Hello friends, hope you are all fine and safe at home. With the outbreak of COVID-19, we have adopted a particular style of life. We have been confined to homes and most of us are left without any recreational activities to relax or refresh our minds. The most pathetic situation is about our children who remain idle at home. Most of them are exposed to electronic gadgets like mobile phones, laptops, etc. And much of them spend out their time and energy in social networks, in computer games, etc. But there is a difference. There is a difference with Tom and John Khanard, the students of Morello Public School. During this pandemic period, they have been very innovative. They have been active and came out with a lot of creative ideas and endeavors. They are the vibrant YouTubers right now and they have contributed a lot. As the principal of them and as they are hailing from Morello Public School, Peripally, I would like to appreciate and congratulate their efforts. I hope that they will turn out to be the best examples and models for other children, especially those who waste their time and energy in games and other addictive habits. May God bless you both and may you continue your success line. Best of luck. ക്രിസ്മസ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ത്രീ സ്മാർട്ടീസ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയൊരു ഈസിയും ബജറ്റ് ഫ്രണ്ട്ലിയുമായ ട്രഡീഷണൽ റെഡ് ആൻഡ് ഗ്രീൻ ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരും. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു മോഡേൺ ഫാം ഹൗസ് തീമിലുള്ള ക്രിസ്മസ് ട്രീ അതും ഏറ്റവും ഈസിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. സാധാരണ ഒരു ഫാം ഹൗസ് തീമിൽ റീത്ത് ഉണ്ടാക്കാൻ സാധാരണ യൂസ് ചെയ്യാറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബഫലോ ചെക്സ്, ബർലാപ്പ് മെറ്റീരിയൽസ്. പക്ഷെ ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് അരിച്ചാക്കിൽ നിന്ന് വെട്ടിയെടുത്ത ബർലാപ്പ് സ്ട്രിപ്സ് ആണ്. നമ്മുടെ റീത്തിന് ആദ്യം വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു പൊട്ടി ക്ലോക്കിന്റെ ഫ്രെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാർഡ്ബോർഡ് റിങ്ങും ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാട്ടോ. ഈ ഫ്രെയിമിന് കൂടുതൽ ബലം കിട്ടാനായി ഞങ്ങൾ ബാക്കിൽ ഒരു കമ്പി വളച്ചൊട്ടിച്ചിട്ടുണ്ട്. അത് ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെയാണ്. ഇനി നമുക്ക് ഈ ഫ്രെയിമിന് ചുറ്റും ചാക്കിൽ നിന്ന് വെട്ടിയെടുത്ത ബർലാപ്പ് സ്ട്രിപ്സ് ചുറ്റി കൊടുക്കാം. ബർലാപ്പ് സ്ട്രിപ്സ് ഇല്ലെങ്കിൽ ബർലാപ്പ് റിബണോ അതോ ഏതെങ്കിലും കോട്ടൺ മെറ്റീരിയൽ സ്ട്രിപ്സ് ആക്കി ചുറ്റിയാലും മതി. ഇപ്പൊ നമ്മൾ ഈ ഫ്രെയിമിന് ചുറ്റും ബർലാപ്പ് സ്ട്രിപ്സ് ടൈറ്റ് ആയിട്ട് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടി നമുക്ക് ഈ സാറ്റിൻ റിബൺ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ റീത്ത് ഡോറിൽ ഹാങ് ചെയ്യണ്ടേ? അത് നമുക്ക് ഇതുപോലെ ഹുക്ക് ഉണ്ടാക്കാം. ഒരു കമ്പി ഇതേപോലെ വളച്ചെടുക്കണം. അതിനുശേഷം ഇതിന്റെ മുകളിൽ ബർലാപ്പ് സ്ട്രിപ്സ് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ ഈ റീത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ റെഡിയായി. ഇനി നമുക്കിത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ഈ റെഡ് സാറ്റിൻ റിബണിന്റെ മുകളിൽ കൂടി വൈറ്റ് വുളൻ നൂല് ചുറ്റിയപ്പോൾ ഈ റീസിന് കുറച്ചുകൂടി ഭംഗി വെച്ചില്ലേ?
ഈ രീതി ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡ്രൈ ലീവ്സ്, പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ കുറച്ച് ബെറി സ്പ്രിഗ്സ്, പിന്നെ സ്പ്രിഗ്സ്. ഞങ്ങൾ ഈ ബെറി സ്പിക്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഈ വീഡിയോന്റെ എൻഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ ബെറി സ്പ്രിഗ്സും ഡ്രൈ ലീവ്സും പിന്നെ ഈ സ്പ്രിഗ്സും ഒരു ബഞ്ചാക്കി എടുക്കാം. ചെയ്യുമ്പോ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത പഞ്ചുകൾ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തോ മെറ്റൽ വയർ യൂസ് ചെയ്തോ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യാം. കുറച്ച് റിബൺസും പൈൻ കോൺസും വെച്ചാൽ നമ്മുടെ ഫാം ഹൗസ് തീമിലുള്ള ക്രിസ്മസ് റീത്ത് റെഡി. അപ്പൊ എങ്ങനെ ഒരു സിമ്പിളും സ്റ്റൈലിഷുമായ ഒരു മോഡേൺ ഫാം ഹൗസ് തീമിലുള്ള റീത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചില്ലേ? ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂലേ? നിങ്ങൾ ഉണ്ടാക്കുന്ന ഡോർ റീത്തിന്റെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരുമല്ലോ. ഞങ്ങൾ ഇന്നത്തെ ക്രിസ്മസ് റീത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്മാർട്ടീസിന്റെ വീഡിയോ ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ വീഡിയോയുമായി ഉടനെ കാണാം. Till then, goodbye from 3 Smarties.